Hello guys, welcome to Go Footballer. Manchester United versus Liverpool മാച്ച് സൺഡേ വരെയാണ് FA കപ്പ് ക്വാർട്ടർ ഫൈനൽ. ഇതൊരു ബിഗ് മാച്ചാണ്. റൈവൽസ്, ബിഗ്ഗസ്റ്റ് ഫുട്ബോളിംഗ് റൈവൽസ് തമ്മിലുള്ള മാച്ചാണ്. ഇൻറ്റൻസിറ്റി ഓൺ സ്കൈ. ആര് അടുത്ത റൗണ്ടിലോട്ട് മുന്നേറും എന്നുള്ള ഒരു ചോദ്യത്തിലൂടെയാണ് ഇപ്പം നിൽക്കുന്നത്. ലിവർപൂളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? പണ്ഡിറ്റ്സ് എല്ലാവരും വിശ്വസിക്കുന്നത് യുണൈറ്റഡ് തോക്കും, ലിവർപൂൾ ജയിക്കും എന്നുള്ളൊരു സീനുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഫോമിലാണ് ലിവർപൂൾ നിൽക്കുന്നത്. സിറ്റീനെ ആണെങ്കിലും അവരെ ഡോമിനേറ്റ് ചെയ്ത്, എന്നാലും ഡ്രോ ആയെങ്കിലും കഴിഞ്ഞ മാച്ചിൽ ഡോമിനേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള സീനിലെത്തിയായിരുന്നു. അവർ ഇപ്പം തന്നെ ഒരു കാരബോ കപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡിലാണെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സീസണാണ്. കാരണം ഒരുപാട് ഇഞ്ചുറീസിലൂടെയാണ് കടന്നു പോണത്. ലിവർപൂളിനാണെങ്കിലും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവരുടെ പ്ലേയേഴ്സ്, യങ് പ്ലേയേഴ്സൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് വേറെ ലെവലാണ്. ക്ലോപ്പ് ഈ പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതൊക്കെ വേറെ രീതിയിലാണ്. അവർ സിറ്റിയുടെ ഫസ്റ്റ് 11 ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് യുണൈറ്റഡ് ഇത്ര ഇഞ്ചുറീസും പ്രശ്നങ്ങളായിട്ടുള്ള യുണൈറ്റഡ് ലിവർപൂളിനെ ഫേസ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ടിലാണ്, യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ മാച്ച് നടക്കാൻ പോണത്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിൻ ഫോർ യുണൈറ്റഡ് ആണ്. യുണൈറ്റഡിൻ്റെ ആകെയുള്ള ഒരു ടൈറ്റിൽ ഹോപ്പാണ് ഈ ഒരു FA കപ്പ്. പക്ഷേ ഈ ഒരു മാച്ച് പിൻ ചെയ്യണമെങ്കിൽ അടുത്ത മാച്ച് ഫേസ് ചെയ്യാൻ പോകുന്നത് സിറ്റീനെ അല്ലെങ്കിൽ ന്യൂ കാസിലായിരിക്കും. അവർ ജയിക്കണമെന്നായിരിക്കും സെമി കളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞൊരു ഫൈനൽ അങ്ങനെ ആയിരിക്കും. ഇതൊരു ക്രൂഷ്യലാണ് യുണൈറ്റഡിന് ഈ ഒരു ടൈറ്റിൽ. വേറൊരു ടൈറ്റിലൊന്നും യുണൈറ്റഡ് വിൻ ചെയ്യാൻ പോകണില്ല ഈ സീസണിൽ. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇതും പ്രീമിയർ ലീഗിൽ ടോപ്പ് 4 എക്സ്പെക്റ്റേഷനും യുണൈറ്റഡിലുള്ളൂ. ആ സമയത്താണെങ്കിൽ ലിവർപൂളിനാണെങ്കിൽ ട്രബിൾ അടിക്കാനുള്ള മൈൻഡ് സെറ്റിലായിരിക്കും അവർ ഇറങ്ങുന്നത്. കാരണം ക്ലോപ്പ് ലീവ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ ടൈറ്റിലും അവർ സ്വീപ്പ് അപ്പ് ചെയ്യാനുള്ള എല്ലാ വഴികളും നോക്കുക. അതിനൊരു നല്ലൊരു ഓപ്ഷനാണ് യുണൈറ്റഡിനെ തോൽപ്പിക്കുക. അടുത്ത കളി സിറ്റി. കഴിഞ്ഞ മാച്ച് നോക്കുകയാണെങ്കിൽ അറിയാം ലിവർപൂളിന് സിറ്റീനെ ഡോമിന്. അപ്പോൾ അവരെ തോൽപ്പിക്കുക എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ നടക്കും. അതുപോലെ തന്നെ ഫൈനലിൽ ചെൽസിയൊക്കെ ആവാൻ ചാൻസ് ഉള്ളു. അപ്പുറത്തേൽ ലെസ്റ്റർ അങ്ങനത്തെ ടീംസാണ്. അപ്പോൾ ചെൽസി ഇനി അവിടെ ജയിച്ചാലട്ടാ, ചെൽസിയുടെ കാര്യം കൊണ്ട് അതും പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ലിവർപൂള് ടൈറ്റിലിന് വേണ്ടി പോകണതാണ്. എല്ലാ ടൈറ്റിലും അവർ വിൻ ചെയ്യാൻ നോക്കും. അങ്ങനത്തെ ഒരു ക്ലോപ്പ് എൻഡ് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാശി എല്ലാ പ്ലേയേഴ്സിനും ഉണ്ട്. അവരുടെ യൂത്ത് ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂളാണെങ്കിൽ സിറ്റിക്കെതിരെ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഭയങ്കര ഒരു ലെവലിലോട്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് ഉണ്ട്. ഡിബ്രൂയിനെ ബെഞ്ച് ചെയ്യിപ്പിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. പെപ്പ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കലൊക്കെ ചിലപ്പോൾ അത് ഓവർ തിങ്ക് ചെയ്തെടുത്ത ഡിസിഷൻ വരെ ആവാം. എന്നാലും ആ ഒരു പ്ലെയർ അവിടെ നിന്ന് ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ഇറങ്ങി. സലയുടെ ഒരു ബ്രില്യൻ ക്ലാസ് പെർഫോമൻസ് കാണാൻ പറ്റി. ഗോൾ സ്കോർ ലൂയിസ് ഡയാസിൻ്റെ ആണെങ്കിൽ ഒരു ഇമ്പാക്റ്റ്, കുറേ ഗോൾ സ്കോറിങ് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ടോപ്പ് ഫോമിലാണ്. സിറ്റിയിലേക്ക് വെറുതെ ബേൺലി ആയി കളഞ്ഞ കളിയായി പോയി ആ മാച്ച്, അങ്ങനെ തന്നെ പറയണം. യുണൈറ്റഡ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ക്ലാസിക് പെർഫോമൻസ് ഒന്നും എവിടെയും കാണുന്നില്ല. ഒരു ലക്കി വിന്നും 1 ഗോൾ വിന്ന് അങ്ങനെയൊക്കെ ഒരു പെർഫോമൻസ്. കാരണം ഹോയ്ലൻഡ് ഇത്രയും മാച്ചസ് കളിച്ചിട്ടില്ല. അപ്പോൾ ഹോയ്ലൻഡ് ഇല്ലാത്തത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ടീമിൽ. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഹോയ്ലൻഡ് വരുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹോയ്ലൻഡ് ഉണ്ടായാലാണ് ഈ ലിവർപൂളിനെ ടീമിനെ പിടിച്ചു നിർത്താനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഹോയ്ലൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ്. പിന്നെ ഇഞ്ചുറിന്ന് ഒരുപാട് പേര് ഇഞ്ചുറി തന്നെയാണ്. ലൂക്ക് ഷോ ആണെങ്കിലും മാർട്ടീനസ് ആണെങ്കിലും ഇഞ്ചുറി തന്നെ. ഇഞ്ചുറി അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. അപ്പോൾ ഇത് യുണൈറ്റഡിൻ്റെ ഒരു ആകെയുള്ളൊരു ടൈറ്റിൽ ഹോപ്പാണ് FA കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ ടെൻ ഹാഗ് എന്തായാലും പ്രഷറിലാവും. എന്നുവെച്ചാൽ ഇതില്ലെങ്കിലല്ല, ടോപ്പ് 4 എങ്കിലും എത്തിയില്ലെങ്കിൽ ടെൻ ഹാഗ് എന്തായാലും ജോബ് പ്രഷറിലാവും. അതോ ഷോർട്ടുള്ള കാര്യമാണ്. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ളൊരു ഇനി മാച്ചസ് ഉണ്ട്. അപ്പോൾ അതെത്താനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ FA എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ലിവർപൂളിനെ തോൽപ്പിക്കണം. അതൊരു ടഫ് ഫിക്സ്ചറായി പോയി യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് ലിവർപൂൾ ഇത് ജയിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനത്തെ ഒരു റണ്ണിലോട്ട് എത്തിപ്പെടണൊക്കെ ഡിഫിക്കൽട്ടാണ്. എന്നാലും പോസിബിലിറ്റി കൂടുതൽ ലിവർപൂൾ ജയിക്കുകയാണ്. പക്ഷേ യുണൈറ്റഡ് ഫാൻസിന് എന്താണെങ്കിലും ലിവർപൂളിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡിൽ ടഫ് ഗെയിംസ് വരുമ്പോൾ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്ട് സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രൂണോ ആണെങ്കിലും കസമേറോ ആണെങ്കിലും ചില മാച്ചസ് അത്ര സ്റ്റെപ്പ് അപ്പ് ചെയ്യാറില്ല. കഴിഞ്ഞ മാച്ചസ് കസമേറോ കുറച്ച് ഫ്ലോപ്പ് ആക്കിയായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോൾ ഫ്രണ്ടിലൊരു ലൈനപ്പിലുള്ള പ്ലേയേഴ്സ് ഒരുപാട് ബോൾ മിസ് ചെയ്യണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ
കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഡിഫൻസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കിയാലും ഫോർവേഡിലെത്തുമ്പോൾ ബോൾ മിസ് ചെയ്യും. റാഷ്വുഡ് ആണെങ്കിലും ബ്രൂണോ ആണെങ്കിലും ഗാർനാച്ചോ ആണെങ്കിലും ബോൾസ് ഒരുപാട് മിസ് ചെയ്ത് അങ്ങനെ നമുക്ക് ആകെ ഇങ്ങനെ ദേഷ്യം വരും. ഇവന്മാരെന്താണ് ചെയ്യണത്, ബോൾ കൺട്രോൾ ചെയ്തുകൂടെ എന്നൊക്കെ അങ്ങനത്തെ തോന്നിപ്പോകുന്നൊരു സംഭവങ്ങളിലൂടെയൊക്കെയാണ് യുണൈറ്റഡിൻ്റെ ഒരു പെർഫോമൻസ് നോക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു 1 ഗോൾ വിൻ അങ്ങനെ വിൻ ചെയ്യുന്നുണ്ട്. ഹോയ്ലൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ഇമ്പാക്റ്റ് ആണ്. കാരണം ബോൾ ഹോൾഡ് ചെയ്ത് പ്ലേയേഴ്സിനെ വിളിച്ച് വരുത്തി ഇപ്പോൾ ഇത് അങ്ങനെ ഒരു ടീം ഗെയിം ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹോയ്ലൻഡ്. അപ്പോൾ ഹോയ്ലൻഡ് ഉണ്ടായാലാണ് ഇതൊക്കെ നടക്കുള്ളൂ. ഹോയ്ലൻഡ് ഇല്ലെങ്കിൽ ആ ടീം തന്നെ ഒരു ഷോങ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹം. യുണൈറ്റഡിന് വിൻ ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ.